ബസ്സുകളുടെ മത്സരയോട്ടം, ഗുണ്ടായിസം, പരസ്പരം ഈ മത്സരയോട്ടത്തെ തുടർന്നുള്ള അക്രമങ്ങൾ ഇതൊരു പതിവ് കാഴ്ചയാണ്. എറണാകുളം തൃപ്പൂണിത്തുറയിൽ ബസ്സുകളുടെ മത്സരയോട്ടത്തെ തുടർന്നുണ്ടായ കല്ലേറിൽ ഒരു യാത്രക്കാരന് പരിക്കേറ്റ വാർത്തയിലേക്കാണ്. ജീവനക്കാർ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് ബസ്സിൻ്റെ ചില്ലെറിഞ്ഞ് പൊട്ടിക്കുകയായിരുന്നു. തൃപ്പൂണിത്തുറ ഹിൽ പാലസ് പോലീസ് ബസ്സുകൾ കസ്റ്റഡിയിലെടുത്തു. വൈറ്റില തൃപ്പൂണിത്തുറ റൂട്ടിലോടുന്ന കൈലാസനാഥൻ, ബിലാൽ എന്നീ ബസ് ജീവനക്കാർ തമ്മിലാണ് തർക്കവും സംഘർഷവും ഉണ്ടായത്. ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഡാനി, കൊച്ചി നഗരത്തിലെ കാഴ്ച നമുക്കറിയാം. ഈ പൊതുനിരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ സ്വകാര്യ ബസ്സുകളുടെ മത്സരോട്ടം കാരണം സാധാരണക്കാർക്ക് അതുവഴി സഞ്ചരിക്കാൻ പോലും കഴിയാത്ത, വാഹനയാത്രക്കാർക്ക് മാത്രമല്ല കാൽനട യാത്രക്കാർക്ക് പോലും വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇവരുടെ ഈ മത്സരയോട്ടങ്ങൾ, അതേ തുടർന്നുള്ള അക്രമങ്ങളൊക്കെ ഇപ്പോൾ നിത്യസംഭവമാണ്. ഈ തൃപ്പൂണിത്തുറയിൽ എന്താണ് സംഭവിച്ചത്? ടോം, ബസ്സുകളുടെ മത്സരോട്ടം തന്നെയാണ് ഇതിനൊരു വലിയൊരു അളവ് വരെ കാരണമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ബസ്സുകളുടെ ഓട്ടം, അതിൻ്റെ ഒരു സമയക്രമം സംബന്ധിച്ച് തർക്കങ്ങൾ ഉണ്ടാകുക, ഒന്ന് കയറി ബസ് മുന്നോട്ട് പോകുമ്പോൾ ഉടനെ അത് ചോദ്യം ചെയ്യുക, തുടർന്ന് ഇതിൽ പലപ്പോഴും അത് കയ്യാങ്കളിയിലേക്ക് നീങ്ങുക. അത് കൊച്ചി നഗരത്തിലൊരു പതിവ് കാഴ്ച എന്നോണം ഈ കാര്യങ്ങളെല്ലാം തന്നെ മാറിയിട്ടുണ്ട്. കാരണം പലപ്പോഴും ഇവരെല്ലാം റോഡിൽ ഏറ്റുമുട്ടുക, അതിൽ ആര് യാത്രക്കാർ അതിലുണ്ടോ, മറ്റ് വഴിയാത്രക്കാരടക്കം ഇതിൽ നോക്കി നിൽക്കുക എന്ന ഒരു കാഴ്ചയെല്ലാം തന്നെയാണ്. പക്ഷെ അതൊന്നും പരിസരബോധമില്ലാതെ ഏറ്റുമുട്ടുന്ന ആ പല ദൃശ്യങ്ങളും ഇതിനു മുൻപും തന്നെ ടെലികാസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിലെ ഇപ്പോൾ ഒരു അവസാനത്തെ എപ്പിസോഡ്, അത് അവസാനമൊന്നും പറയാൻ പറ്റില്ല, ഒരു പുതിയൊരു കാഴ്ച എന്ന രീതിയിലാണ് ഇതിനെ നമുക്ക് കാണാൻ കഴിയുക. തൃപ്പൂണിത്തുറയിലാണ് ഈ സംഭവം നടക്കുന്നത്. കൈലാസനാഥൻ, അതോടൊപ്പം തന്നെ ബിലാൽ എന്നീ രണ്ട് ബസ്സുകളാണ് തൃപ്പൂണിത്തുറ വയലിലെ റൂട്ടിലോടുന്ന ബസ്സുകൾ തമ്മിലെ ജീവനക്കാർ തമ്മിലാണ് ഈ തർക്കമുണ്ടായത്. തർക്കം ബഹളത്തിലേക്ക് നീങ്ങിയെന്ന് മാത്രമല്ല, ഇത് ബസ് കല്ലെറിഞ്ഞ് ചില്ല് തകർക്കുന്ന രീതിയിലേക്ക് അടക്കം വന്നിരിക്കുന്നു. അതിലെ ഈ കല്ല് പതിച്ച് ചില്ല് ഉടഞ്ഞു. അത് പതിച്ചാണ് ഈ യാത്രക്കാരനെ പരിക്കേറ്റിട്ടുള്ളത്. പരിക്ക് അത്ര ഗുരുതര സ്വഭാവമുള്ളതല്ല എന്നാണ് ആദ്യഘട്ടത്തിൽ അറിയാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ ഇത് വലിയ ഭീതി ജനിപ്പിക്കുന്ന ഒരു സാധനം തന്നെയാണ്. കാരണം ഈ രീതിയിലേക്ക് ആക്രമിക്കപ്പെടുക, ബസ്സിന് അതിനകത്ത് യാത്ര ചെയ്യുന്നവർക്ക് പോലും ഒട്ടും സുരക്ഷിതമല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ ബസ് ജീവനക്കാർ തന്നെ മാറ്റുന്ന ഒരു രീതിയിലേക്കെല്ലാം തന്നെ പോകുന്നതിൽ കർശന നടപടികൾ ഉണ്ടാകേണ്ടതാണ്. കാരണം ഇതൊരു സാമൂഹ്യ വിപത്ത് തന്നെയാണ്. ഇതൊരു പൊതുഗതാഗത സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങൾ തന്നെയാണിത്. അപ്പോൾ അതിൽ യാത്ര ചെയ്യുന്നവർക്ക് മിനിമം ഒരു സുരക്ഷ ഉറപ്പാക്കേണ്ട കാര്യങ്ങളെങ്കിലും നടപടികൾ സ്വീകരിക്കേണ്ടത് തന്നെയാണ്. ഏതായാലും ഇതിൽ ജീവനക്കാരും ബസ്സിനടക്കം കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരൊരു പശ്ചാത്തലം കൂടി, ജീവനക്കാരുടെ ഒരു പശ്ചാത്തലം കൂടി എല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണോ എന്നതടക്കമുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്. കാരണം നേരത്തെ വലിയൊരു ആരോപണം ഉയർന്നിരുന്ന ഇതുണ്ട് പലപ്പോഴും. അതാണ് കാരണം ഇതിനു മുൻപും ഏറ്റവും വലിയ ആക്ഷേപം ഉയർന്ന കാര്യം, കൊച്ചി നഗരത്തിൽ ഈ സ്വകാര്യ ബസ് ജീവനക്കാർ ലഹരി ഉപയോഗിച്ച് ജോലി ചെയ്യുന്നു, വാഹനം ഓടിക്കുന്നു, ഗുണ്ടായിസം കാണിക്കുന്നു. ഇതൊരു പതിവ് പരാതിയാണ്. പക്ഷേ ഇവിടെ കർശനമായ നടപടി സ്വീകരിക്കേണ്ടതല്ലേ? പ്രത്യേകിച്ച് സ്കൂളുകൾ തുറന്നു, നിരവധി കുട്ടികളടക്കം റോഡുകളിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ജീവന് വലിയ രീതിയിൽ ഭീഷണിയാകുന്നുണ്ട്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും കർശനമായ ഇടപെടലുകൾ ഈ വിഷയത്തിൽ ആവശ്യമല്ലേ? തീർച്ചയായും ആവശ്യമാണ്. കാരണം ഇത് ഇവരെ നിയന്ത്രിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു നിയന്ത്രണവുമില്ലാതെ ഇവർക്ക് ഈ നിയമങ്ങളോ അല്ലെങ്കിൽ നിയന്ത്രണങ്ങളോ ഒന്നും തന്നെ ഇവർക്ക് ബാധകമല്ല എന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമായിട്ട് പലപ്പോഴും സ്വകാര്യ ബസ് ജീവനക്കാർ മാറുന്നു എന്ന ആക്ഷേപമെല്ലാം തന്നെ നിലവിലുണ്ട്. കാരണം ഈ റോഡ് അടക്കി ഭരിക്കുന്നത് തങ്ങളാണ്. തങ്ങളുടേത് ഒരു വലിയ വാഹനമാണ്. അതുകൊണ്ട് ഈ ചെറിയ വാഹനങ്ങൾക്ക് പിറകിൽ വന്നിരുന്ന ഹോൺ അടിച്ച് പേടിപ്പിക്കുക, വലിയ ശബ്ദത്തോടുകൂടി അടുത്തേക്ക് വരിക, ബ്രേക്ക് അമർത്തുക, ചെറിയ വാഹനങ്ങൾ അവർക്ക് പോകാനുള്ള ഒരു ഇടം കൊടുത്തില്ലെങ്കിൽ പേടിപ്പിച്ച് റോഡിൽ നിന്ന് മാറ്റുന്ന രീതിയിലേക്കടക്കം പലപ്പോഴും പലരും പെരുമാറുന്ന രീതികളെല്ലാം തന്നെ ഉണ്ടാകാറുണ്ട്. കാരണം അത് ഏതൊരു ഗതാഗതം ഒരു തടസ്സപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അതിനിടയിലൂടെ നമ്മൾ പറയില്ലേ, തിക്കി നുരച്ച് കയറുക എന്നൊക്കെ പറയും, അതേപോലെ ചെറുവാഹനങ്ങളിൽ ഉരുസി അങ്ങനെ മുന്നോട്ട് പോകുക. അത് ചോദ്യം ചെയ്താൽ അവരെ കയ്യേറ്റം ചെയ്യാൻ വരുന്ന രീതിയിലേക്ക് ഈ ബസ് ജീവനക്കാർ മാറുന്ന കാഴ്ചകളെല്ലാം
ഇവിടെയുണ്ട്. കർശന നടപടികളില്ലാത്തതുകൊണ്ട് മാത്രം തന്നെയാണ് ഈ രീതിയിലേക്ക് പോവുക. പോലീസ് നടപടികളിലേക്ക് കടക്കുമ്പോൾ അതൊരു പിന്നീട് ഒരുമിച്ച് തന്നെ ചെറുക്കുന്ന രീതിയിലേക്ക് തൊഴിലാളി പണിമുടക്കടക്കം പ്രഖ്യാപിച്ചുകൊണ്ട് അതിനെ പ്രതിരോധിക്കുന്ന സമ്പ്രദായം എല്ലാം തന്നെ വീണ്ടും കണ്ടിട്ടുണ്ട്. പോലീസ് പീഡനം അവസാനിപ്പിക്കണമെന്നല്ല ഇവർ തന്നെ ആവശ്യപ്പെടുന്ന രീതിയിലേക്കെല്ലാം തന്നെ മാറുന്നുണ്ട്. പക്ഷേ ഇതിനൊരു തടയിട്ടേ മതിയാവും. കാരണം ഇതിപ്പോൾ ബസ്സിനകത്ത് പോലും യാത്ര ചെയ്യാനായിട്ട് ഇവർ തന്നെ അനുവദിക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. മോട്ടോർ വാഹന വകുപ്പ് കർശന നടപടിയെടുത്തുകൊണ്ട് മാതൃകാപരമായി ഈ വിഷയത്തിൽ ഇടപെടേണ്ടതാണ്. ടോം. വ്യക്തമാണ്. ഡാനി ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയത്തിൽ കർശനമായ ഇടപെടലുകൾ ആവശ്യമാണ്. അതല്ലെങ്കിൽ ഇതുപോലെയുള്ള കാഴ്ചകൾ നമുക്ക് കാണേണ്ടി വരും. ഇതിൻ്റെ ദുരിതം അനുഭവിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളായിരിക്കും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.